ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ ഇവിടെ ഇരുന്ന് 1-2 റീൽസ് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോണ്ട് നോക്കിയപ്പോഴത്തേക്കും വീഡിയോയ്ക്ക് ഇൻ്റർവ്യൂ ഇല്ല, ഒന്നുമില്ല. എൻ്റെ ദൈവമേ മതി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ തന്നെ ഇരുന്ന് അങ്ങ് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നും ഇപ്പം അതുപോലെ തൊഴിലുറപ്പിനൊക്കെ പോയി കുഴപ്പമില്ലാണ്ടൊക്കെ വന്നു. ഇന്ന് തകർപ്പ മഴയായിരുന്നു കേട്ടോ. തകർപ്പ മഴയെന്ന് വെച്ചാൽ ഒരു 2:10 തുടങ്ങിയിട്ട് നല്ല വെടിക്കെട്ട് മഴയായിരുന്നു. ഒരു 3:30 വരെ നല്ല സൂപ്പർ മഴയും പിന്നെ ഭയങ്കര ഇടിയായിരുന്നു കേട്ടോ. ഇടിയും കാറ്റും അത്രയ്ക്കും അങ്ങോട്ട് നമുക്ക് മനസ്സിൽ ഇഷ്ടമില്ല. കാരണം ഇടിയൊക്കെ മിന്നി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ ഒത്തിരി പോകും. പിന്നെ ഒത്തിരി പേർക്ക് ആപത്ത് വരും. പറമ്പിലൊക്കെ പിന്നെ പുല്ല് തിന്നാനൊക്കെ വിട്ടേക്കുന്ന പശുക്കൊക്കെ ആപത്ത് അനർത്ഥങ്ങൾ വരും. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നമുക്ക് കേൾക്കാൻ കുറേ അനർത്ഥങ്ങളല്ലേ. അതുകൊണ്ട് ഈ വേനൽമഴ ഭയങ്കര നമുക്കൊരാപത്ത് പിടിച്ചതും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഉച്ച കഴിയുമ്പോഴത്തേക്കും ഒരു കാർമേഘം കണ്ടാൽ അപ്പം തന്നെ മെയിൻ സ്വിച്ചൊക്കെ ഓഫാക്കി ഇടുക, എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഓഫാക്കിയൊക്കെ ഇടുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സാധനം എല്ലാം നഷ്ടപ്പെടും, കേടാവും ഒക്കെ ചെയ്യും കേട്ടോ. ഭയങ്കര ഇടിയായിരുന്നു, ഭയങ്കര ഇടിയും മിന്നലുമായിരുന്നു. ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു. എന്നാ പറഞ്ഞാൽ അത് ഭയങ്കര ഇടിയൊക്കെ ഉണ്ടായിരുന്നില്ല, അത്ര ശക്തിക്ക് അങ്ങ് മഴ പെയ്തില്ല, കുറച്ച് മഴ പെയ്തുള്ളൂ. ഇന്നത്തെ സൂപ്പർ മഴയായിരുന്നു. ഞങ്ങൾ എൻ്റെ ദൈവമേ ചോറും ഉള്ളും കഴിഞ്ഞ് കുമാരി ചേച്ചി ഞാനും സ്മിതയും പിള്ളേരും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനുമാണ് മഴ. പിന്നെ ഇറങ്ങി പോകാനായിട്ട് ഭയങ്കര പാടായിരുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും മഴയത്താണേലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കൃത്യനിഷ്ഠയോടെ. അതൊക്കെ എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും മഴ ഇടിയൊക്കെ ആണെങ്കിലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞും പണിക്ക്. എന്നിട്ട് തിരിച്ച് വന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ഒരു പറ്റി ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, ഭയങ്കര മഴയായിപ്പോയി. അതുകൊണ്ട് വൈകിട്ട് അമ്പലത്തിൽ പോകണമെന്ന് വലിയ ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷേ അത് പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇന്ന് നല്ല ചേട്ടായും കൂടെ ചേർന്നുള്ള വീഡിയോ കേട്ടോ. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പം ചേട്ടായി എന്നാ കുറേ സമയം ചേട്ടായി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ പോയി വീഡിയോ കണ്ടാലോ, വായോ. ഇവിടെ എന്നെ കൂടെ ഒന്ന് വീഡിയോയ്ക്കകത്ത് നിൽക്കാൻ പറഞ്ഞാൽ സമയമില്ല. എന്നാ ചേട്ടായി കണ്ടോണ്ടിരിക്കുന്ന മണിക്കൂർ എന്താ ഇത് വെച്ചോട്ട് കാണാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഉണ്ടോ അവള് ജയിച്ചതിൻ്റെ ആണ്. തന്നെ കാണുക ചിരിക്കുക എൻ്റെ അംഗം കേട്ടോ. ദൈവമേ സാന്ദ്രാനന്ദാപബോധാത്മകമനുപമിതം കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമതകഥരേണ നിർവാസ്യമാനം അസ്പഷ്ടം ഇഷ്ടമാർത്ഥേ പുനരൊരു പുരുഷാത്മകം ബ്രഹ്മതത്വം അർത്ഥാബദ്ധാദി സാക്ഷാത് ഗുരുഭവനപുരേ അന്ധഭാഗ്യം ജനാനാം. എൻ്റെ ദൈവം ഇതെല്ലാം നന്നായിട്ട് പാടി തന്നിട്ടില്ല. ശ്വാസം മുട്ടലും കാര്യം കാരണം പറ്റുന്നില്ല. എന്നാലും ഞാൻ ചുമ്മാ നിർബന്ധിച്ചായിരിക്കും ഓരോ വീഡിയോയ്ക്കകത്ത് ഇടാൻ അതൊക്കെ പറഞ്ഞപ്പോഴത്തേനും പാടി തന്ന കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് നല്ല ഒത്തിരി സന്തോഷം. താങ്ക് യു. ഇന്ന് നമ്മൾ ഉപ്പാറിലൊരു ഒരാൾ വന്ന് പാട്ട് പാടി. അദ്ദേഹത്തിൻ്റെ മൂത്രം പോകത്തില്ല, അദ്ദേഹത്തിന് കിഡ്നി കംപ്ലൈൻറ്റ്, അങ്ങനെ ഒരുപാട് കംപ്ലൈൻ്റ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ പുള്ളിയുടെ പാട്ട് അതിമനോഹരമായ പാട്ടായിരുന്നു. അപ്പം നമ്മുടെ കടയിൽ വന്ന് നമ്മൾ 150 രൂപ അവർക്ക് പുള്ളിക്ക് കൊടുത്തു, സംഭാവനയായിട്ട് കൊടുത്തു. പക്ഷേ പുള്ളിക്കൊരു മൈക്കും, പുള്ളി ഒരു മേസ്ത്രി പണിക്കാരനായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ചിലപ്പോൾ തെരുവിൽ കാണാൻ പുള്ളി പാടുന്നത്. പക്ഷെ അടിപൊളി പാട്ടെന്ന് പറഞ്ഞാൽ അടിപൊളി പാട്ട്. ഞാൻ ചായയൊക്കെ മേടിച്ച് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറേ കാര്യം പുള്ളിയുടെ കേട്ട്. പുള്ളിയുടെ 2 മക്കൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു മോള് നേഴ്സിംഗ് തീരാറായി, മോനെ ഇങ്ങനെ വന്ന്. അപ്പം കളക്ടർ, നമ്മുടെ ഇടുക്കി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മറ്റേ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ സാറ് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സഹായങ്ങളിൽ കൂടെയാണ് ജീവിക്കുന്ന പുള്ളി. അപ്പം ഈ പുള്ളിയുടെ കൂടെ മേശരിപ്പണി ചെയ്ത ആൾക്കാരെ കാണുമ്പോൾ പുള്ളിയെ കാണുമ്പോൾ അവർ വലിയും ചില്ലറ ചോദിക്കും എന്ന് വെച്ചാൽ വലിയും.
അപ്പോഴത്തേക്ക് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നൊരു ഒരാൾ പറഞ്ഞ് ഒരു സെറ്റ് മേടിച്ചു കൊടുത്തു. 30-35,000 രൂപ കൊടുത്തൊരു സെറ്റ് മേടിച്ചു കൊടുത്തു. ഒരു സ്കൂട്ടിയല്ല, പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ, സ്കൂട്ടിയിൽ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കേ ഉള്ളൂ. അടിപൊളി പാട്ട്, അടിപൊളി പാട്ടാണ്. അപ്പം പുള്ളി ബാറ്ററിയൊക്കെ വെച്ചാണ് പാടുന്നത്. അപ്പം കറണ്ട് ഇല്ലാത്തടത്ത് ബാറ്ററി വെക്കും, പിന്നെ കറണ്ടുള്ളപ്പം ഏതെങ്കിലും കടക്കാർ കറണ്ട് കൊടുത്താൽ പാടും. അതുപോലെ നല്ലൊരു സൂപ്പർ പാട്ടുകാരനായിരുന്നു പുള്ളി. ജീവിക്കാൻ വേണ്ടി പുള്ളി എന്നോട് പറഞ്ഞ എന്നാ ചോദിച്ചാൽ എനിക്ക് ആരും കൈ കിട്ടണ്ടല്ലോ. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ചോദിച്ചു ചേട്ടാ എന്നാലും ഒരാളെ കൊടുക്കും, അത് വേണ്ട, ഒരാളെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റേജ് അങ്ങ് മാറും. പുള്ളിയുടെ മൂത്രത്തിൻ്റെ ട്യൂബ് തന്നെ തൂക്കിയിട്ടേക്കുക. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. അടിപൊളി. അപ്പം പുള്ളി ആദ്യമേ നമ്മുടെ താഴത്തെ ജംഗ്ഷനിലാണ് പാടിയത്. അപ്പം പാടിക്കഴിഞ്ഞ് പുള്ളി ഒരു മൈക്കുമായിട്ട് നമ്മുടെ അടുത്ത് കടയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു കാര്യം ചെയ്യും, അവിടെ പാടിയിട്ട് കാര്യമില്ല, അവിടെ പാടിയ ഇവിടെ കേൾക്കത്തില്ല. അപ്പം നമ്മളൊരു കാര്യം ചെയ്യും, നമ്മുടെ ചന്തമുക്കിലൊരു പാട്ട് പാടിയാൽ നിങ്ങൾക്ക് നല്ലൊരു പിരിവ് ഞാൻ മേടിച്ചു തരാം. അപ്പം പുള്ളി ഇപ്പം എന്നോട് പറഞ്ഞു, അന്നേരം പറഞ്ഞു സാറ് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ സാറേ ഇവിടെ വന്ന് പാടിയെന്ന് പറഞ്ഞു. ഇപ്പം നല്ലൊരു കളക്ഷൻ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ല അങ്ങനെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മളൊരു വയ്യാത്ത ഒരു മനുഷ്യനുമാണ്, കൈ കിട്ടുന്നില്ല പുള്ളി, അതാണ് കഷ്ടപ്പെട്ട് പുള്ളി ഒരു ബൈക്ക് അങ്ങോട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർ ആരെങ്കിലും പിടിച്ച് മാറ്റണം. അപ്പം നമ്മുടെ ആരെങ്കിലും വഴിപോക്കർ വിളിച്ച് ഒന്ന് ചേട്ടാ ഒന്ന് പിടിച്ച് തരാൻ പറഞ്ഞാൽ പുള്ളി മാറ്റി കൊടുക്കണം. ഇപ്പം ഞാനാണല്ലോ, നിങ്ങൾ ആരാണെങ്കിലും പിടിച്ച് മാറ്റി കൊടുക്കും, ഇങ്ങോട്ട് കയറ്റി വെക്കാൻ പറഞ്ഞാൽ ആരാണ് നമ്മൾ ആരാണ് ചെയ്യുന്നത്, അത് മനസാക്ഷിയുടെ ഒരു അംഗീകാരം അത്. അപ്പം അങ്ങനെയാണ് പുള്ളി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി തൊടുവക്കാരനാണ് കേട്ടോ, മണ്ണപ്പുറംകാരനാണ്. അടിപൊളി പാട്ടെന്ന് പറഞ്ഞാൽ അടിപൊളി പാട്ടാണ്. ഏതെങ്കിലും തെരുവിൽ പാടുമ്പോൾ പുള്ളിയെ നിങ്ങൾ സഹായിക്കണം. ഹിന്ദി പാട്ട്, തമിഴ് പാട്ട്, മലയാളം, അങ്ങനെ ഒരുപാട് പാട്ടുണ്ട്. നല്ല അടിപൊളി പാട്ടായിരുന്നു. പക്ഷേ സെറ്റിൻ്റെ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. പക്ഷേ പുള്ളി പാടുമ്പം എൻ്റെ വോയിസ് പ്രായമുണ്ട് കേട്ടോ, എൻ്റെയൊക്കെ പ്രായം വരും, ഒരു 55-58 വയസ്സ് പ്രായം വരും പുള്ളി. അതാ ഓരോരുത്തരും ദൈവം ഏതെങ്കിലും ഒരു വഴി കാണിച്ചു തരും മനുഷ്യനായിട്ട്. അങ്ങനെ നല്ല രീതിയിൽ പുള്ളിയുടെ ഭാര്യയ്ക്ക് സുഖമില്ല, പുള്ളിയുടെ അമ്മയുണ്ട്, പുള്ളിയുടെ ഭാര്യയ്ക്ക് സുഖമില്ല, മക്കൾക്ക് നേഴ്സിംഗ് 2 പിള്ളേർക്കും അതൊരു വലിയ മനസ്സല്ലേ, വലിയ മനസ്സാണ്. വയ്യാത്ത അപ്പം നമ്മുടെ ഇടുക്കി കളക്ടർ നല്ലോണം സഹായിച്ചെന്ന് പുള്ളി പറഞ്ഞു കേട്ടോ. ദൈവമേ, അപ്പോൾ സാറിന് ഒത്തിരി താങ്ക്സ്. അതെ, മൂവി ചെമ്മണ്ണൂർ സാറിനും ഒത്തിരി താങ്ക്സ്. ഈ നമ്മളറിയത്തില്ല കേട്ടോ, ചില മനുഷ്യരെ അവർക്ക് അതുണ്ട് ഇതുണ്ട് ആനയുണ്ട് ചേനയുണ്ടെന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ഓരോരുത്തര് നമ്മൾ അറിയാണ്ട് സഹായിക്കുന്നത് അല്ലേ. പിന്നെ അങ്ങനെ യൂസഫ് അലി സാറ് ഒത്തിരി ചില കെട്ടിപ്പതിന് വെച്ചാലും വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ നമുക്കൊരു 10 രൂപ ഉണ്ട്, നമ്മൾ 10 രൂപ കൊടുത്ത് ആരെങ്കിലും സഹായിക്കും. എന്നെ സംബന്ധിച്ച് ഇങ്ങനെ കേട്ടോ, ഒരാൾ കാപ്പ് കുടിച്ചിരുന്നത് ഞാൻ എനിക്കിപ്പം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പം ഞാൻ ഈയിടെ നമ്മുടെ ജോസിയേട്ടൻ എൻ്റെ കൂടെ വന്നിരുന്നു. ആണോ? അയ്യോ, ജോസിയേട്ടൻ മിനിങ്ങാതെ എന്നെ കണ്ടേ, എന്നാ ഉണ്ട് വിശേഷം? ഞാൻ സുഖമായിട്ടിരിക്കും. എന്റെ എന്നാലും വലിയ പൈസ ഇല്ല, ഞാൻ പിന്നെ 50 രൂപ കൊടുത്ത് കേട്ടോ, എന്നെ ഇല്ലാതെ സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് കാപ്പിയൊക്കെ മേടിച്ചു കൊടുത്തു, പെട്രോളൊക്കെ അടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കാപ്പിയൊക്കെ മേടിച്ചു കൊടുത്തു ഞാൻ കഴിഞ്ഞ ദിവസം. പിന്നെ ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയപ്പോൾ അമ്പലത്തിനോട് നിറച്ച ആൾക്കാർ. ഞാൻ വണ്ടി കൊണ്ട് വെച്ചപ്പോൾ വലിയ വണ്ടി ഇല്ലായിരുന്നു, എനിക്ക് ഇറക്കിക്കൊണ്ട് പോരാന്ന് ഓണക്കായിരുന്നു വണ്ടി വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് ഓട്ടോയും സ്കൂട്ടിയും ബൈക്കും എല്ലാം കിടക്കുന്നത്. അപ്പോൾ എനിക്ക് അതിന് ഇടയിൽ കൂടെ ഇറക്കാനായിട്ട് ഒരു ഇച്ചിരി ഒരു ഇത്, കാരണം എവിടെയെല്ലാം തട്ടോട്ട് ചെയ്തിടാം. അപ്പോൾ അവിടെ ഒരു നമ്മുടെ ചേച്ചിയുടെ കൂടെ ഉള്ള ഒരു പാർട്ടിക്കാരൻ ചെറുക്ക് വെച്ച് നിൽക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോനെ ഒന്ന് ഇറക്കി തരാമോ എന്ന് ചോദിച്ചു. അന്നേരം ഇറക്കി തിരിച്ചു വെച്ചത് കേട്ടോ. ഇപ്പം ആ ചേട്ടന് വണ്ടി എല്ലാവരും ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്. അല്ല, നമുക്കറിയത്തില്ല, നമ്മൾ വലിയ ഷോ കാണിക്കാണ്ട് അങ്ങനൊന്നും പറഞ്ഞാലേ രാവിലെ പാവയ്ക്കത്തോരനൊക്കെ വെച്ചു. പാവയ്ക്കത്തോരനാണോ സിന്ധുമയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഓർക്കും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. പുട്ടായിരുന്നു. എനിക്ക് ഇന്നലെ കുമാരചേച്ചി 5-6 ഏലക്ക തന്നു കേട്ടോ. ഇവിടെ ശകലം കഴിയുമ്പോൾ വെയിൽ വരും, അതുകൊണ്ട് ഞാനെടുത്ത് ഇവിടെ വെച്ചാണ് കേട്ടോ ഉടക്കാൻ വേണ്ടിയിട്ട്. ബാക്കി പണികളും രാവിലത്തെ പരിപാടികളും ഒക്കെ കഴിഞ്ഞു, പോകാൻ തുടങ്ങും കേട്ടോ. അവിടെ വണ്ടി ഇന്നലെ പുറത്ത് വെച്ചിട്ട് എനിക്ക് സങ്കടമായിരുന്നു. ഞാൻ പറഞ്ഞു മഴ ചെളി മൊത്തം തെറിക്കും ചേട്ടായി എന്നൊക്കെ. രാവിലെ എണീറ്റ് ഇച്ചിരി മണ്ണൊക്കെ ഇട്ടിട്ട് കട്ടയൊക്കെ വെച്ചിട്ട് വണ്ടി കയറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ എൻ്റെ കാലം നല്ല ചിരിപ്പ് കിടക്കുന്നത്, ഇവിടെ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ടേ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണിക്കാവേ. അപ്പം
തൊഴിലുറപ്പിനൊക്കെ പോകാൻ വീണ്ടും റെഡി ആയിട്ടുണ്ട് ഇവിടെ. സൂസമ്മ ചേച്ചി ഇറങ്ങി വരുന്നത് താമസമുള്ളൂ. 8:50 സൂസമ്മ ചേച്ചി ഇറങ്ങി വരും. 8:20 കഴിഞ്ഞു. രാവിലെ എണീറ്റാ ഇപ്പം ഈ പോക്ക് കാരണം ഒരു നെട്ടോട്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞാല് ചേട്ടായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലാത്തതുകൊണ്ട് അത്ര ഒരുത്തുണ്ട്. പിന്നെ എനിക്ക് എന്നാ പറയുന്നത്, തലേദിവസമാണേലും പിറ്റേ ദിവസമാണേലും ഒക്കെ ഇച്ചിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനങ്ങ് പോകും കേട്ടോ. എന്നാലും രാവിലെ ഒരു തിരക്കാണ്. എന്നാ പറയുന്നത്, ഇന്ന് നമ്മുടെ വണ്ടിയൊക്കെ ചേട്ടായി ഇവിടെ മുകളിൽ കയറ്റി വെച്ചു. അതിന് ഒരു ശകലം ഇച്ചിരി പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയാണ്. കോഴിക്ക് തീറ്റ കൊടുക്കണം. ഇപ്പം ചേട്ടായുടെ പണിയാണ് കോഴിക്ക് തീറ്റ കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ തൊഴിലുറപ്പിട്ട് പോയില്ല, ചേട്ടായിക്ക് കോഴിക്ക് തീറ്റ കൊടുത്താൽ കേട്ടോന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടായി കോഴിക്ക് തീറ്റ കൊടുക്കും. അങ്ങനെയൊക്കെ നല്ല ചെരുപ്പ് വരെ കഴുകി ഞാൻ അവിടെ കൊണ്ട് വെച്ച് കൊടുക്കണം. ചേട്ടായിക്ക് ഇട്ടുകൊണ്ട് പോകണേ. ഇപ്പോൾ ചെരുപ്പുമൊക്കെ കഴുകാൻ തന്നെ കഴുകി കൊടുക്കണം. അതെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് രാവിലെ വീഡിയോയുടെ കുറച്ച് പരിപാടി രാവിലെ കാണുമായിരിക്കും. അങ്ങനെയൊക്കെ പിന്നെ എന്താ പറയുന്നത്, അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. തൊഴിലുറപ്പിന് ചെല്ലുന്നിടത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല തമാശയും ചിരിയും കളിയും അതിനിടയ്ക്കത്തെ പണികളും. പണി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ റെസ്റ്റ് എടുക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ഇരിക്കുമല്ലോ. അപ്പോഴൊക്കെ നല്ല രസമാണ് കേട്ടോ. കോമഡികളാണ്. ഇന്നലെയാണ് കുഞ്ഞാഞ്ഞോടുണ്ടല്ലോ, ഞങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇരുന്നപ്പോൾ പ്ലാവെ ചക്ക എടുക്കും. അപ്പോൾ ഞാൻ കുഞ്ഞാഞ്ഞോട് പതിയെ ചെന്നിട്ട് ചോദിച്ചു, ചക്ക വിളഞ്ഞാണോ എന്നാന്ന് ചോദിച്ചാൽ, ചക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആവശ്യമാകുമല്ലോ, ഒരു കുഞ്ഞിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആരും കേൾക്കണ്ടെന്ന് എഴുതി ചെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞാഞ്ഞോട് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് പോരുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുഞ്ഞാഞ്ഞൻ അത് ഇട്ടുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇത് സിന്ദൂരമുള്ളതാണ് കേട്ടോ, വെട്ടി നോക്കാം, എല്ലാവരോടും ഒന്നും വേണം കഴിച്ചു. കുഞ്ഞാഞ്ഞേട്ടൻ അതല്ലേ പറയാൻ പറ്റില്ല. എന്നിട്ട് ആരും വെട്ടിയൊന്നുമില്ല. ലാസ്റ്റ് എനിക്കത് പറഞ്ഞ് ആ കുഞ്ഞാഞ്ഞേട്ടൻ വീണ്ടും അവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് തുന്നിച്ച് നോക്കിയോ. അപ്പോൾ പിഞ്ചായി പോയി. എൻ്റെ കൊതി കൊണ്ട് ഒരു രക്ഷയില്ലാണ്ട്. ഇപ്പം നല്ലൊരു ചക്കയായിരുന്നു കേട്ടോ. അത് മുളക്കം നല്ല മൂത്ത് മുരിഞ്ഞ് നല്ല ഇതായിട്ട് നിൽക്കുമായിരുന്നു. ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ അത് കളഞ്ഞേനെ. ഞാൻ എന്നാ പറയട്ടെ, ഞാൻ പറഞ്ഞ് കേട്ടിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ പോയി. തമാശയും കാര്യങ്ങളും ചിരിയും എന്നാ നല്ലൊരു രസമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പോകാനായിട്ട്. കാലിന് വേദനയൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ പോവുകയാണ്. ഇന്നലെയൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഉച്ചയ്ക്കൊക്കെ നല്ല വേദന. അപ്പോൾ സ്മിത ഒരു ഓയിൽമെൻറ്റ് തന്നു കേട്ടോ, ഇത് തേച്ചാൽ മതി ആൻറ്റി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പം രാവിലെ കയ്യിലും കല്ലൊക്കെ തേച്ചു. ഒരു 15 ദിവസം ആകുമ്പോഴത്തേന് ഇതൊക്കെ ഓക്കെ ആവും എന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത്. സാരമില്ല എന്ന്. ഇപ്പം എന്നെ കണ്ട ഒരു കാര്യസ്ഥൻ ലുക്കില്ലേ, ഈ മറ്റേ കാര്യസ്ഥ സിനിമയ്ക്കകത്ത് എന്തോ ഒരു ഇതുമാതിരി അല്ലേ, തോർത്തൊക്കെ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ കോമഡിയാണ്. എല്ലാവരും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എല്ലാവരും തന്നെ ഇങ്ങനെ ഷർട്ടും ഒക്കെ ഇട്ടാണ് വരുന്നത്. ചിലരൊക്കെയാണ് ഷൂവും സോക്സും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ നഖത്തിൻ്റെ വേദന പ്രശ്നം ഉള്ളതുകൊണ്ട് ഷൂവും സോക്സും ഇടാൻ പറ്റത്തില്ല. പിന്നെ കയ്യിൽ ഇവിടെ ആണെങ്കിലും ബട്ടൺസ് അങ്ങ് ഇട്ട് വെക്കും, അന്നേരം അധികം വെയിൽ കൊള്ളത്തില്ലല്ലോ. അങ്ങനെ ഇന്നലെ ഏതായാലും വൈകിട്ട് നല്ല ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും കേട്ടോ. പുല്ല് ചേട്ടന്മാർക്ക് കുഴി ഒഴിക്കാനായിട്ട് എളുപ്പം കിട്ടും. നനഞ്ഞ് കിടക്കുവാണെങ്കിൽ ഇന്നലെ ഭയങ്കര പാടായിരുന്നു. ആദ്യത്തെ ദിവസവും 2 ദിവസം നല്ല എളുപ്പമായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്ന് ഇച്ചിരി തറഞ്ഞു കിടന്നുകൊണ്ട് ഭയങ്കര പാടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും കയ്യിലെ ബട്ടൺസൊക്കെ കയറ്റി ഇരട്ടേ കാലേ മോളിൽ ചെല്ലുമ്പോഴത്തേനുണ്ടല്ലോ വിയർത്തൊലിക്കും. അതാണ് എനിക്കൊരു പാട്. എന്നാലും സാരമില്ല. ഞാൻ തോർത്തൊക്കെ നനച്ചിട്ടുണ്ടൊക്കെ ഇന്നലെയൊക്കെ പോയത്. ഭയങ്കര ചൂടായിരുന്നു. ഇന്നിപ്പോൾ മഴ പെയ്തുകൊണ്ട് ഇച്ചിരി തണുപ്പുണ്ട്. ഞാനുണ്ടല്ലോ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇതിന് പോകുന്നതുകൊണ്ട് ഞാൻ 8:30 ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തൊക്കെ റേഞ്ച് കാണണമെന്നില്ല, നെറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ എനിക്ക് കണക്കേ നമ്മൾ 8:30 8:45 അവിടെ ചെല്ലണം. പിന്നെ 9 മണിക്കും ഒക്കെ നമ്മൾ ഒപ്പിടുന്ന സമയവും ഫോട്ടോ എടുക്കുന്ന സമയമൊക്കെ ആ സമയത്ത് ഞാനായിട്ട് മാറി നിന്ന് ചെയ്യുന്ന മോശമല്ലേ എന്ന് കരുതിക്കൊണ്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നേരത്തെ വീഡിയോ ഇടുന്നത്. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, തൊഴിലുറപ്പിന് പോയപ്പോഴത്തേക്കും വീഡിയോ ഒക്കെ കുഴപ്പമെന്നുണ്ട്. എൻ്റെ ദൈവമേ, അത് കഴിയിട്ട് പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തൊഴിലുറപ്പ് കാരണം ഇതുവരെ കിച്ചുവിൻ്റെ അടുത്തോട്ടൊന്നും കയറിപ്പോകാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പം ചിപ്പി വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ചിപ്പിയാണോ കിച്ചുവാണോ ഇട്ടാതെ എനിക്കറിയില്ല. തൊഴിലുറപ്പായതുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു. അവിടെ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അവർ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ. ദൈവമേ, നമുക്ക് ഇടയ്ക്ക് പോകാം അല്ലേ. എന്തോ എടുത്തോണ്ടിരുന്നപ്പോൾ അനിയത്തിയുടെ കിട്ടിയോ വന്നു കേട്ടോ. വേണ്ട കണ്ടോ, അയ്യോ ഞാൻ ഇവിടെ എടുക്കുന്ന മറന്നുപോയി, വിട്ടുപോയി എടുക്കാനായിട്ട്. അപ്പോൾ അമ്മാൻ്റെ മോളാണ് കേട്ടോ. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളൊരു അമ്മാൻ്റെ മോളെ കല്യാണത്തിന് പോയില്ലേ, ഭർത്താവാണ് കേട്ടോ, മഞ്ജുവിൻ്റെ. അപ്പോൾ കയറി താമസമാണ്. തിങ്കളാഴ്ച ചെന്നേക്കണമെന്ന് വിളിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അവന് വീടെടുത്തില്ല, അവൻ ബസ് ഒപ്പി പിടിച്ച് വരും കേട്ടോ. എൻ്റെ അനിയനാണ്, അനിയത്തിൻ്റെ ഭർത്താവ്. എൻ്റെ ദൈവം അത് പറയാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചായ ഇട്ട് ഒന്നും കൊടുത്തിട്ട് ചായ ഇട്ട് തട്ടേന്ന് ചോദിച്ചു. ഞാൻ വീഡിയോ എടുത്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചായ ഇട്ട് തട്ടേന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ചായ ഒന്നും വേണ്ട ചേച്ചിന്ന് പറഞ്ഞിട്ട് പോയി. എന്തായാലും എല്ലാവരെയും കുടുംബപ്പുള്ള എല്ലാവരെയും വിളിക്കും. അത് പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ തിങ്കളാഴ്ചയാണ് അതിന് പോകണം, ഉറപ്പായിട്ടും പോകണം. അപ്പോൾ അങ്ങനെ. അപ്പോൾ സൂസൻ ചേച്ചി വരാറായി, ഞാൻ പോട്ടെ. സന്ധ്യാവിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കേട്ടോ. എന്നാ പറയുന്നത്, ഈ സമയം അങ്ങോട്ട് ഇരുണ്ടിട്ടൊന്നുമില്ല,
പക്ഷേ മഴ ചാറിക്കൊണ്ടിരിക്കുക കേട്ടോ. മൂടലൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുക കേട്ടോ ചെറുതായിട്ട്. ഇന്ന് അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. മഴയുവാ, പിന്നെ പോട്ട് തന്നെ നടന്നുകൊണ്ട് തിരിച്ച് വരുമ്പോഴത്തേനും ഇതാവും. എന്നാൽ സ്കൂട്ടി കൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ അന്നേരം മഴയാണ് കേട്ടോ. പിന്നെ പാടാവും. അവിടെ എല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുമായിരുന്നു മുമ്പേ. നമ്മുടെ പറമ്പിലാണെങ്കിലും അപ്പുറത്ത് കാറിൻ്റെ പുറകിലൊക്കെ ആണെങ്കിലും വെള്ളം നിറഞ്ഞു കിടക്കുമായിരുന്നു. ഞാൻ തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ എന്നാ ചെയ്യാൻ ഇന്ന് അതുകൊണ്ട് ഇത് കണ്ടോ വെള്ളം കിടക്കുന്നത്. അതിപ്പം പറ്റിപ്പോയതാണ് കേട്ടോ, വെള്ളം താന്നു പോയതാണ്. നിറച്ച് വെള്ളമായിരുന്നു അവിടെയെല്ലാം. അതുകൊണ്ട് ഇന്ന് പോകാൻ പറ്റിയില്ല. എല്ലാ ദിവസവും കൂടണമെന്ന് ആഗ്രഹിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊന്നും ആഗ്രഹിക്കും ദൈവം നടത്തും. കൊണ്ട് നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല തകർപ്പം മഴയായിരുന്നു. മണ്ണെല്ലാം അതുകൊണ്ടൊന്ന് സെറ്റായി കിട്ടും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനപ്പോൾ എളുപ്പമാവും. പിന്നെ ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉണർത്താം. ഉന്മയാം കണ്ണുനീരുന്മയാം കണ്ണുനീരനുരാഗ തേനെന്നു ചൊല്ലി ഞാനോർക്കാം. തേനെന്നു ചൊല്ലി ഞാനോർക്കാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ഉന്മയാം അനുരാഗ തേനെന്നു ചൊല്ലി ഞാനോർക്കാം. തേനെന്നു ചൊല്ലി ഞാനോർക്കാം. കഴിഞ്ഞ ദിവസം ഇന്ദിരാമ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവൻ്റെ പാട്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ചോണം. അയ്യോ എന്നോ നന്നായിട്ട് പാടാൻ അറിയാടാ ചെറുക്കാൻ നിനക്ക്, നീ എന്നിട്ട് പാടുവോ അങ്ങനെ ഇങ്ങനെയാന്നും പറഞ്ഞോണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പാടിയത് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കും. ഹൈസ്കൂളിൽ നിന്ന് 8ാം ക്ലാസ് ആണല്ലോ. 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഒരു പീരീഡ് നമുക്ക് മീറ്റിംഗ് ഉണ്ട്, ലാസ്റ്റ് പീരീഡ്. അന്നേരം ഒരു പാട്ട് ഞാൻ പാടിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ പാട്ടിൻ്റെ ഇപ്പം പാട്ടെന്ന് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഉണ്ണിയേശൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നെനിക്ക് അവിടെ ഒരു പാട്ട് പാടായിരുന്നു കേട്ടോ. എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു. ഇന്നെനിക്ക് പാട്ട് പാടായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞായിരുന്നു പാട്ട് പാട് ചേട്ടാ, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പം പുള്ളി പറഞ്ഞായിരുന്നു പാട്ട് പാടാൻ പറഞ്ഞു. ചേട്ടനല്ല ഞാൻ അനിയനാണ് പുള്ളിയുടെ. എന്നോട് എന്നാലും പുള്ളി എൻ്റെ സാറെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ വേണ്ട, പാടാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പാടി. നമ്മളെ കഴിയാവുന്ന കുറേ സഹായങ്ങൾ നമ്മുടെ കടക്കാരെ കൊണ്ടും നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ടും ചെയ്യിച്ചു കൊടുത്തു. അതാണ് നമ്മുടെ ഒരു വിജയം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ 10 രൂപ കൊടുത്തോ, എൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഞാൻ 20 രൂപ മേടിച്ചു കൊടുക്കും. അതാണ് എൻ്റെ ഒരു സ്വഭാവം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും നമുക്ക് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീണ്ടും വീഡിയോ കാണാനുള്ള പ്രചോദനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ബൈ ബൈ.